ഗായ്സ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാല് നമുക്ക് ക്രിസ്മസ് കിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഈ ക്രിസ്മസ് കിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഫണ്ട് ചിട്ടി പോലെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് നമുക്ക് ഡിസംബർ ആകുമ്പോൾ നമുക്ക് പൈസ അല്ല തരുന്നത്, പകരം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് ക്രിസ്മസിന് വേണ്ടി സ്റ്റാർ തൊട്ട് കേക്ക്, വൈൻ, അങ്ങനെ എല്ലാ ഐറ്റംസും ആണ് അവർ തരുന്നത്. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടു നോക്കിട്ട് വന്നാലോ. പായോ. അപ്പൊ ഗായ്സ്, ഇതാണ് നമ്മുടെ ക്രിസ്മസ് കിറ്റ് കേട്ടോ. അപ്പൊ നിവാൻ ബേബി വന്നപ്പോ മുതല് അവനുണ്ടായിരുന്നില്ല ഇത് കൊണ്ടുവന്നപ്പോ കേട്ടോ. അപ്പൊ നമുക്ക് ഒന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് വിനിഗർ ആണ് കേട്ടോ. വിനാഗിരി ഉണ്ട് ഈ ഒരു വലിയ ബോട്ടില്. പിന്നെ എന്ന് പറയുന്നത് എന്റെ മോനാണ് എടുത്തു തരുന്നത്. ഇത് ഓയിലാണ്. ഓയിലല്ലേ? യെസ്, വെളിച്ചെണ്ണയാണോ? ഇത് വെളിച്ചെണ്ണയാട്ടോ, വെളിച്ചെണ്ണ. പിന്നെ ഇത് പച്ചരിയാണ്. അപ്പൊ മോന് ഹെൽപ്പ് ചെയ്യുന്നേട്ടോ. എന്റെ നിവാൻ ബേബിയാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. എടുത്താ ഉണ്ണി. ഇത് ഉള്ളി, പിന്നെന്തിട്ടാണ് ഉണ്ണിയുള്ള സവോള. സവോള എനിക്ക് തോന്നുന്നു എന്റെ ക്വാണ്ടിറ്റി എനിക്ക് തോന്നുന്നു 1 കിലോണോ 2 കിലോണോ അറിയത്തില്ല കേട്ടോ. എത്രയായാലും നമുക്ക് അത്യാവശ്യമുണ്ട്. പിന്നെന്തിട്ടാണ് പഞ്ചസാര. പഞ്ചസാരയാണ് ഞങ്ങൾക്ക് വളരെ ആവശ്യമുള്ളത് കേട്ടോ. പഞ്ചസാര ഇത്രേ ഉള്ളൂ. പിന്നെ എന്തിട്ടാണ് മോനെ ഇത് അരിയാട്ടോ. ഇത് എനിക്ക് തോന്നുന്നു അരി 10 കിലോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അരി. പിന്നെന്ന് പറയുന്നത് കേക്കാണ് കേട്ടോ. കോഫി ക്യാൻഡിന്റെ കേക്കാണ്, പ്ലം കേക്കാണ് കേട്ടോ. വാവയ്ക്കാണ് കേക്ക്. പിന്നെ എന്താണ് പിന്നെന്ന് പറയുന്നത് എക്സോന്റെ ഒരു സോപ്പ് ഉണ്ട്. പിന്നെ എന്തിട്ടാണ് മോനെ? പിന്നെന്ന് പറയുന്നത് ജീരകം, കടുക്, പിന്നെ നമ്മുടെ റൈസ് പൗഡർ ഉണ്ട് കേട്ടോ. നമുക്ക് വെള്ളയപ്പൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള റൈസ് പൗഡർ. പിന്നെ ബിസ്മീന്റെ പിക്കിൾസ് ഉണ്ട്. ഇത് മാംഗോ ആണ്. ഇത് വടുകപ്പുളി അച്ചാറാണ് കേട്ടോ. അടിപൊളിയായിരിക്കും തോന്നുന്നു, നല്ല ടേസ്റ്റ് ആണ് തോന്നുന്നത്. പിന്നെ എന്തിട്ടാണ് മോനെ? പിന്നെ വന്നിരിക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് നെയ്യുണ്ട്, കുരുമുളക്, ഈസ്റ്റ്, പട്ട, കറയാമ്പൂ, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസുകളുണ്ട്. പിന്നെന്ന് പറയുന്നത് അവലോസ് ഉണ്ട് കേട്ടോ. ഡിസംബർ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് അവലോസ് ഉണ്ട് ഉണ്ടാക്കുക, അച്ചപ്പം ഉണ്ടാക്കുകയാണ്. അപ്പൊ അതെന്തായാലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെന്ന് പറയുന്നത് അച്ചപ്പം. പിന്നെ എന്നിട്ട് വെളുത്തുള്ളി കൊണ്ടാ വേഗാവട്ടെ. എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആള് കുറച്ച് സ്ലോ ആണ്. ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അത്യാവശ്യം ഉണ്ട് നമുക്ക്. മഞ്ഞൾപ്പൊടി വേഗോട്ടെ. പിന്നെന്ന് പറയുന്നത് ഇറച്ചി മസാലയാണ് കേട്ടോ. സ്റ്റാറൊക്കെ വലിച്ചിടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഉപ്പ് തീർന്നിരിക്കുകയായിരുന്നു. അപ്പൊ ഉപ്പ് കിട്ടിയിട്ടുണ്ട്, അവിടെ രക്ഷപ്പെട്ടു. പിന്നെ എന്തിട്ടാണ് മോനെ? പിന്നെന്ന് പറയുന്നത് ഉണക്കമുന്തിരി ഉണ്ട് കേട്ടോ. ഉണക്കമുന്തിരി കിട്ടിയിട്ടുണ്ട്. പിന്നെ കുരുമുളക് ഇപ്പൊ 2 പാക്കറ്റ് ആയിട്ടോ. നോക്കട്ടെ മോനെ, കുരുമുളക് 2 പാക്കറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കത് 2 പാക്കറ്റാണ് കുരുമുളക് കിട്ടിയത്. ചായപ്പൊടി ഗായ്സ് 2 പാക്കറ്റ് കുരുമുളക് കേട്ടോ. ഇത് കറയാമ്പുമാണ്. മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, മോനെ ഏലയ്ക്ക. ഇത് നമ്മുടെ കശുവണ്ടി. അപ്പൊ ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഗായ്സ് ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഗായ്സ് ഇതുകൊണ്ടൊന്നും തീർന്നില്ല കേട്ടോ. ഇനിന്ന് പറയുന്നത് നമ്മൾ കറികൾക്കുള്ള സാധനം, അതായത് ചിക്കൻ, ബീഫ്, താറാവ്, പോർക്ക്, ഇതൊക്കെ ഇതിലും ഇൻക്ലൂഡഡ് ആണ്. അതൊക്കെ 24-ാം തീയതിക്കേ വരുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് നേരത്തെ അത് വന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള പലചരക്ക് സാധനങ്ങൾ നേരത്തെ അവർ കൊണ്ടുവന്ന് തന്നു. അപ്പൊ ഇങ്ങനൊരു എമൗണ്ട്, അതായത് ചെറിയൊരു ഫണ്ട് ചിട്ടി ചേർന്നത് കൊണ്ട് നമ്മൾക്ക് എന്താ പറയുക, ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ പറയാൻ പറ്റില്ല, ഫിനാൻഷ്യലി ടൈറ്റ് ആയിരിക്കാം. അപ്പൊ ഇങ്ങനെ ചെറിയൊരു എമൗണ്ട് നമ്മളിങ്ങനെ നീക്കി വെച്ചതുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും അവർ തന്നിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റാർ ഉണ്ട്, അത് നമ്മൾ ഇട്ടിട്ടില്ല. അതിന്റെ വീഡിയോസ് പുറകെ വരുന്നതാണ് കേട്ടോ. അപ്പൊ എന്താ പറയുക, ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ടാറ്റാ.